ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫെമിസ്. അപ്പോൾ ഓണത്തിന്റെ സെലിബ്രേഷനും നബിദിനത്തിന്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞെന്ന് അറിയാം. അപ്പൊ 2-3 ദിവസം നല്ല റെസ്റ്റ് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയിട്ട് കളക്ഷൻസിനുള്ള ഓട്ടത്തിലായിരുന്നു. അപ്പൊ മോശമാക്കിയിട്ടില്ല, നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുള്ളത്. നോർമലി നമുക്ക് വന്നേക്കാളും നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള പാകിസ്ഥാനി സൂട്ട് വന്നിട്ടുണ്ട്. വെറൈറ്റി പാർട്ടി വെയർ സെറ്റ് ഒക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആരും മിസ് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്യേണ്ട. പിന്നെ ഒരു 2 ദിവസം മുമ്പ് നമ്മുടെ ഒരു കസ്റ്റമർ പേഴ്സണലായിട്ട് നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് 299 3 പീസ് അനാർക്കലി സെറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു 299 അത് എങ്ങനെയാണ് അതിന്റെ പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അയച്ചെന്ന് നല്ല കാണാനൊക്കെ നല്ല അടിപൊളി ലുക്ക്, വെറും 299 കൊടുത്തിട്ടുള്ളൂ. അപ്പൊ അവരുടെ നിന്ന് ഒരു 2-3 ഐറ്റം അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പറഞ്ഞു. കാരണം 299 അല്ലേ വന്നിട്ടുള്ളൂ. പക്ഷെ ഈ ബുക്ക് ചെയ്തതിനു ശേഷം അവർക്ക് യാതൊരു റിപ്ലൈ എന്ന് വെച്ചാല് ആ പ്രൊഡക്റ്റിന്റെ വല്ല സ്റ്റാറ്റസ് അല്ലെങ്കിൽ എപ്പോഴാണ് കിട്ടണമെന്ന് പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്, അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും അവർക്ക് പിന്നീട് ഇതാക്കാൻ പറ്റില്ല. അപ്പൊ അവര് ശരിക്കും ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ ചെന്ന് പെട്ടിട്ട് അവരെ ക്യാഷ് ലോസ് ആയിട്ടുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിൽ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരു സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിനെപ്പറ്റി വല്ല അറിയോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അവരായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ ഷോപ്പിൽ വന്നത് നിങ്ങളുടെ മുന്നിൽ കാണിക്കണം. അപ്പൊ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഓൺലൈൻ രംഗത്തുണ്ട്. നമ്മൾ നല്ല പ്രോപ്പർ ആയിട്ട് തന്നെയാണ് കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്തിട്ടുള്ളത്. ഇൻ കേസ് നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാലും അവർക്ക് റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടും നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ ഇങ്ങനത്തെ ഫേക്ക്, അതായത് വെറും 299 ഒക്കെ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുമ്പോഴത്തേന് നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി അത് ഫേക്ക് പ്രൊഡക്റ്റ് തന്നെ ഇരിക്കും എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ആരും ഒരു ചെറിയൊരു ലാഭം ഇല്ലാണ്ട് പ്രൊഡക്റ്റ് ആരും സെയിൽ ചെയ്യാറുമില്ല. കാരണം എന്നാലേ അത് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ. അപ്പൊ അങ്ങനത്തെ ഫേക്കിലൊന്നും മാക്സിമം നിങ്ങൾ പെടാണ്ടിരിക്കുക. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ഇൻഫർമേഷൻ വന്നപ്പോ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്ത് മാത്രമേ മാക്സിമം നിങ്ങളുടെ റിവ്യൂ, അതായത് അതിന്റെ കമന്റ്സ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇത്ര നാളെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് മാക്സിമം ഏത് സംഭവത്തിൽ നിന്ന്, അതായത് യൂട്യൂബിൽ നിന്നാണെങ്കിലും ഇൻസ്റ്റയിൽ നിന്നാണെങ്കിലും മാക്സിമം പർച്ചേസ് ചെയ്യാം. അധികം ലാഗ് അടിപ്പിക്കാൻ ലാഗായി എന്നറിയാം. അപ്പോൾ ഓൺലൈൻ ഓർഡേഴ്സിന് അറിയാലോ, നമ്മുടെ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ടായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡൽ സ്ക്രീൻഷോട്ട് അയക്കാൻ എൻ്റെ ഡീറ്റെയിൽ ചോദിക്കുക, ഓർഡർ തരാം. അപ്പോൾ ഓർഡർ ചെയ്യാൻ നേരത്ത് ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതായിട്ട് നിങ്ങൾ ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ബുക്ക് റെസ്പോൺസിബിൾ. പിന്നെ അറിയാലോ, നമ്മുടെ ഇതേപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ അപ്ഡേഷൻസ്, ഓഫേഴ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കണ്ട. അപ്പൊ ഫസ്റ്റ് ആയിട്ട് തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള വെറൈറ്റി ഒരു പാകിസ്ഥാനി സെറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പൊ നല്ല ഒറിജിനൽ പാകിസ്ഥാനി സെറ്റാണ് വന്നിട്ടുള്ളത്. പിന്നെ നല്ല സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലും കൂടിയായിട്ട് ഇന്നർ ഇങ്ങനെ പ്രിന്റഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു വെറൈറ്റി പാറ്റേൺ എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പൊ മൊത്തത്തിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണുമ്പോഴാണ് ഇതിന്റെ ഒരു പെർഫെക്റ്റ് ലുക്ക് എന്താണെന്നുള്ളത് നേരിട്ട് മനസ്സിലാവണം കേട്ടോ. പിന്നെ എന്റെ സൈസ് ആണെങ്കിൽ എക്സൽ ആണ്. ലെങ്ത് ഏകദേശം ഒരു 44 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. പിന്നെ നോക്കി നോക്കിയാണ്ട അതിന്റെ ഒരു നെക്ക് ഒക്കെ വരാൻ നേരത്ത് അതിന്റെ ലേസും എക്സ്ട്രാ ഒരു പക്ക ഒരു പാകിസ്ഥാനി ടച്ചിലാണ് അതിന്റെ യോക്ക് വർക്ക് കംപ്ലീറ്റ് പോയിട്ടുള്ളത്. അതിൽ തന്നെ ത്രെഡും ആ ഒരു പേൾ വർക്കും കൂടിയൊക്കെ ആയിട്ടുള്ള ഒരു മിക്സ് കോമ്പിനേഷൻ ആ ഫ്രണ്ടിൽ വന്നിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതിന്റെ ഉള്ളിലത്തെ ലൈനിങ് വന്നിട്ടുള്ള ഒരു പ്രിന്റഡ് ആണ്. അത് തന്നെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു വെറൈറ്റി എന്ന് പറയാനുള്ളത്. പിന്നെ സ്ലീവ് വരാൻ നേരത്ത് കുറച്ചൊരു ലൂസ് ടൈപ്പ് ആയിട്ടുള്ള സ്ലീവ് വേണ്ട ആ ഒരു ത്രെഡ് വർക്ക് ഒക്കെ നോക്കി നല്ലൊരു പ്രീമിയം ലെവൽ ടച്ച് തന്നെ പറയട്ടെ. പിന്നെ ഫ്രണ്ട് പോർഷനിലാണെങ്കിൽ ആ ഒരു വർക്ക് കോമ്പിനേഷനും ആ ഒരു ത്രെഡ് സ്കാൽപ്പ് ബോർഡർ വർക്കും കൂടിയിട്ടാണ് ബോർഡർ ഒക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു പോർഷൻ വരെ ഞാൻ നേരത്തെ പറഞ്ഞത് ലൈനിങ് ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലൈനിങ് തന്നെയാണ് വന്നിട്ടുള്ളത്. അതും പ്രിന്റഡ് ടൈപ്പിലാണ്. ബാക്കിലേക്ക് വരാൻ നേരത്തെ ആ ഒരു പ്രിന്റഡ് കണ്ടിന്യൂറ്റി തന്നെയാണ് ബാക്കിലും പോയിട്ടുള്ളത്. പിന്നെ അതിന്റെ പാൻസ് വരാൻ നേരത്തെ ആ ഒരു സെയിം കണ്ടിന്യൂഷനിൽ തന്നെയാണ് പാൻസ് വന്നിട്ടുള്ളത് കേട്ടോ. പാൻസിലാണെങ്കിൽ വേറെ എക്സ്ട്രാ ഒരു ലേസ് ബോർഡർ കാര്യങ്ങൾ എൻഡിലേക്ക് പോയിട്ടുണ്ട്. ആ സെയിം വന്ന പോലെ തന്നെ വൺ സൈഡ് ഇങ്ങനെ പട്ട പോയിട്ടാണ്, വൺ സൈഡ് ഇലാസ്റ്റിക് ആയിട്ടുള്ള ടൈപ്പിന്. അപ്പൊ എക്സലാരൊക്കെ ധൈര്യമായിട്ട് എടുത്തോട്ടെ. ഇതിനു മുമ്പ് നമ്മൾ പാകിസ്ഥാനി സൂട്ടൊക്കെ ഈ ഒരു പാറ്റേണിലല്ല വേറൊരു ഡിഫറെന്റ് ആയിട്ടുള്ള പാറ്റേണിലും വർക്കിലൊക്കെ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഷോള് നോക്കി നോക്കിയാണ്ട, ഷോള് ആ ഒരു ഇതിന് കോൺട്രസ്റ്റ് ആയിട്ടുള്ള ലെവലിൽ ആ ഒരു പ്ലെയിനിൽ ത്രെഡ് വർക്ക് ആയിട്ടുള്ള പക്ക പാകിസ്ഥാനി വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. നല്ലൊരു പ്രീമിയം ലെവൽ മെറ്റീരിയൽ തന്നെ പറയാം കേട്ടോ. അതും ഓർഗൻസിലാണെങ്കിൽ സോഫ്റ്റ് ഓർഗൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. തലയിലിട്ട കിടക്കുന്ന ടൈപ്പ് തന്നെയാണ് ഷോള്. ഉള്ള സൈസ് നോക്കിയൊക്കെ അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോൾ തന്നെ പറയാം. അപ്പൊ നല്ല അടിപൊളി
പാർട്ടി വെയർ 3 പീസ് തന്നെ പറയട്ടെ. ഒരു വെറൈറ്റി കൺസെപ്റ്റ് എന്ന് തന്നെ പറയാം പാർട്ടി വെയറിൽ പാകിസ്ഥാനിൽ. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 1895 ഉള്ളൂ. 1895 നല്ലൊരു പ്രീമിയം ലെവൽ 3 പീസ് സെറ്റ് തന്നെ പറയട്ടെ. പുറമേക്ക് എങ്ങനെ വന്നാലും 2000 അബോവ് നിങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോ ഈ ഒരു പാറ്റേൺ ഒക്കെ. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ എപ്പോഴും പറയാറുണ്ട്, എങ്ങനെ വന്നാലും നമ്മുടെ ഷോപ്പിലത്തെ നോർമൽ റേറ്റിനേക്കാളും ഒരു 10-15% ലെസ്സും കൂടിയിട്ടായിരിക്കും നമ്മൾ ഓൺലൈൻ പ്രൈസിൽ പറയാറുള്ളത്. അപ്പൊ എന്റെ ഷോപ്പിൽ തന്നെ ഞാൻ നോർമലി ഒരു 2000 ബിലോയിലായിരിക്കും ഒരുവിധം പ്രൊഡക്റ്റിന്റെ പ്രൈസ് ടാഗിൽ ഇടാറുള്ളത്. കാരണം എന്ന് വെച്ചാൽ ആവറേജ് റേറ്റിൽ ഞാൻ സെയിൽ ഔട്ട് ചെയ്ത് കളയും പ്രൊഡക്റ്റ്. അത് ഏറെ കൊണ്ടിട്ടാണ് ഷോപ്പിൽ നിന്ന് വന്നാലും നമ്മുടെ ഒരു റേഞ്ച് കാണാൻ നേരത്തെ കസ്റ്റമേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കൂല കേട്ടോ. കാരണം അതേപോലെ തന്നെയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു സെയിം പ്രൊഡക്റ്റ് പിന്നെ ഒരു മാസം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആ സെയിം പ്രൊഡക്റ്റ് തന്നെ നമ്മുടെ ഷോപ്പിൽ കാണാൻ യാതൊരു ചാൻസ് ഉണ്ടാവില്ല. കാരണം ഈ ഒരു ചെറിയൊരു പ്രൈസിലേക്ക് കൊടുക്കുന്ന നേരം കൊണ്ടിട്ടൊക്കെ പ്രൊഡക്റ്റ് പെട്ടെന്ന് നമുക്ക് ഷോപ്പിൽ നിന്നാണെങ്കിലും എടുത്ത് പോവുകയും ചെയ്യും കേട്ടോ. കാരണം ബിലോ 1000 ഒരുപാട് നല്ല നല്ല അടിപൊളി കൺസെപ്റ്റ് മോഡലുകൾ 3 പീസ് സൽവാർ സെറ്റൊക്കെ നമ്മുടെ ഷോപ്പിലുണ്ട്. അപ്പൊ വന്ന കസ്റ്റമേഴ്സിനാണെങ്കിലും അതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ചോയ്സ് ഉണ്ടാവും. ചില കസ്റ്റമേഴ്സ് ഒക്കെ പറയും നിങ്ങൾ ഒരുപാട് എടുത്തിട്ടുണ്ട്, നമ്മൾ തന്നെ കൺഫ്യൂഷൻ ആവും പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അത്രയും നല്ല സെലക്റ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് ഞാൻ എപ്പോഴും ഷോപ്പിൽ ചൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പൊ അടുത്ത ഐറ്റം നോക്കി നോക്കിയാൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള 3 പീസ് പാർട്ടി വെയർ സെറ്റ് ആണ് വന്നിട്ടുള്ളത്. അത് വർക്ക് ആണെങ്കിൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് വർക്ക് തന്നെയാണ്. പിന്നെ മെറ്റീരിയലാണ് മെയിൻ നമുക്ക് പറയാനായിട്ടുള്ളത്. ഡയമണ്ട് ജോർജറ്റ് ആണ്. കുറെ പേര് നമ്മുടെ അടുത്ത് എൻക്വയറി ചെയ്തിട്ടുണ്ട്, എന്താണ് ഇപ്പൊ നിങ്ങൾ ജോർജറ്റ് മെറ്റീരിയൽ കൊണ്ടുവരാത്തെന്നുള്ളത്. അപ്പൊ സൈസ് XXL ഉണ്ട്, ലെങ്ത് ഒരു 46 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ള. എല്ലാ കളേഴ്സും നല്ല അടിപൊളി തന്നെയാണ്. പിന്നെ നെക്ക് നോക്കി വേണ്ട, നല്ല ഭംഗിയായിട്ടുള്ള ഒരു വി നെക്ക് തന്നെ വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ക്യൂട്ടായിട്ടുള്ളൊരു ത്രെഡും സ്റ്റോൺ വർക്കും കൂടി ഫുൾ ഫില്ലായിട്ട് ഇങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ എൻ്റെ സ്ലീവാണ്. ഒരു പാകിസ്ഥാനി സ്ലീവ് പോലെ ഇങ്ങനെ ബെൽറ്റ് സ്ലീവായിട്ട് ഇങ്ങനെ നിൽക്കേണ്ട, അതിൽ തന്നെ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും നല്ല ക്യൂട്ടായിട്ട് തന്നെ പോയിട്ടുള്ളത്. പിന്നെ ഏറ്റവും എൻ്റെയിലേക്ക് വരാൻ നേരത്തെ ആ ഒരു സെയിം ബോർഡർ വർക്ക് കൺസെപ്റ്റ് തന്നെയാണ് സെറ്റിൽ വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് തന്നെയാണ്. വേറെ സംഭവങ്ങളൊന്നുമില്ല. ബാക്കിലേക്ക് വരാൻ നേരത്ത് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് പാൻസൊക്കെ അത്യാവശ്യം XXL സ്യൂട്ട് ആയിട്ടുള്ള സൈസ് തന്നെയാണ് കേട്ടോ. കാരണം ഷോപ്പിൽ നിന്നും നമുക്ക് XXL പോയിട്ടുണ്ട്. എൻ്റെയിലേക്ക് ഒരു ബോർഡർ വന്നിട്ടുണ്ട്, റൗണ്ട് ഇലാസ്റ്റിക് ആണ് വിത്ത് ലൈനിങ്ങും പാൻസിൽ അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ ഷോൾ വരാൻ നേരത്തെ നല്ല ക്യൂട്ടായിട്ടുള്ള ഷോൾ തന്നെയാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ മെയിനായിട്ട് അതിൻ്റെ സ്ലീവിൻ്റെ ആ ഒരു സെയിം പാറ്റേൺ വർക്ക് കൺസെപ്റ്റ് തന്നെയാണ് അതിൻ്റെ ഒരു ബോർഡർ ടു ബോർഡർ ആയിട്ട് നല്ല ഹെവി ആയിട്ടുള്ളൊരു ഷോള് 2 സൈഡ് സ്കാൽപ്പ് ബോർഡറിൽ പോയിട്ടുള്ളത്. നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് തന്നെയാണ്. അത്യാവശ്യം നല്ല വീതിയായിട്ടുള്ള ഷോൾ തന്നെ പറയാട്ടെ. ഷോളിന്റെ സൈസ് നോക്കിയാൽ നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോൾ തന്നെ പറയാട്ടെ. അപ്പൊ കളേഴ്സ് ആണെങ്കിൽ 4 ഷെയ്ഡാണ് നമുക്ക് പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ നമ്മൾ കൊടുക്കണ സ്പെഷ്യൽ റേറ്റ് എന്ന് വെച്ചാൽ 1695 ഉള്ളൂ. അപ്പൊ 1695 മാക്സിമം അങ്ങേയറ്റം ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഉള്ളത് നല്ല വെറൈറ്റി കൺസെപ്റ്റ് ആണ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഏത് പ്രൊഡക്റ്റ് എടുക്കണം എന്നുള്ളത്. അപ്പൊ സ്ലീവ് ആണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ ഒരു ബെൽറ്റ് സ്ലീവ് ഒരു പാകിസ്ഥാനി ടച്ച് പോലെ ഇങ്ങനെ പ്രൊഡക്റ്റിൽ വന്ന് നിൽക്കുന്ന തന്നെയാണ് വെറൈറ്റി. എനിക്ക് ഒരുവിധം ഇതിന്റെ റിപ്പീറ്റേഷൻ കൊണ്ടുവന്ന കഴിഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അപ്പൊ ഒരുവിധം നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഷോപ്പിൽ നമ്മൾക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വീഡിയോ കാണിക്കാനായിട്ട് സാധാരണ കിട്ടാറില്ല. ഇത് വന്ന ആ ഒരു ചൂടോടുകൂടി ജസ്റ്റ് കാണിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കാരണം പെട്ടെന്ന് പ്രൊഡക്റ്റ് നമുക്ക് ഈ ഒരു പാറ്റേണിൽ സ്റ്റോക്ക് കഴിയുകയും ചെയ്യും കേട്ടോ. കാരണം ആൾക്കാർക്ക് ഒരു നല്ലൊരു വെറൈറ്റി കൺസെപ്റ്റ് പോലെ എന്തുകൊണ്ടെന്നാലും ഇതെടുത്ത് പോണ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കണ്ട. റിപ്പീറ്റേഷൻ അധികം നമുക്ക് കിട്ടണില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ പ്രശ്നം അല്ലേ. അപ്പൊ നല്ലൊരു ഡിഫറെന്റ് ആയിട്ടുള്ള പ്രത്യേകിച്ച് പറയാനുള്ള ജോർജറ്റ് മെറ്റീരിയൽ. കുറെ പേര് നമ്മുടെ അടുത്ത് ജോർജറ്റ്, കാരണം അവർക്ക് ആ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് വേറെ മെറ്റീരിയലൊക്കെ വരാൻ നേരത്തെ അങ്ങോട്ട് ദഹിക്കാത്ത പോലെ എന്തോ പോലെയൊക്കെ ഉണ്ട് അവർക്ക്. അപ്പൊ ആ ഒരു പ്രശ്നമുള്ളവരെ കൊണ്ടിട്ട് അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ലാസ്റ്റ് കാണിച്ച ഈ ഒരു കളർ മാത്രം നമുക്ക് XL വന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ ഫസ്റ്റിൽ കാണിച്ചത് XXL നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ സെറ്റിൽ വന്നപ്പോ ഈ ഒരു ഐറ്റം മാത്രം, ഈ ഒരു കളർ മാത്രം ഒരു XL മാത്രം നമുക്ക് കിട്ടിയുള്ളൂ വേണ്ട. അപ്പൊ ഈ കാണിച്ച കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടാ. അപ്പൊ അടുത്ത ഐറ്റം ആണെങ്കിൽ നമുക്ക് രണ്ട് കളേഴ്സ് മാത്രം നമുക്ക് ഈ ഒരു പാറ്റേണിൽ പ്രോഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. നല്ല ക്യൂട്ടായിട്ടുള്ള
3 പീസ് സെറ്റ് എന്ന് തന്നെ പറയട്ടെ. അതും ടോപ്പൊക്കെ വന്നിട്ടുള്ള ഒരു ആവറേജ് ലെങ്ത് ആണ്, ഒരു 40 ഇഞ്ചാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ 40 ഇഞ്ച് വന്നതെന്ന് വെച്ചാൽ അതിന്റെ പാന്റ് ഒരു ലൂസ് ടൈപ്പ് ആയിട്ടുള്ള പലാസോ ടൈപ്പ് പാന്റ് ആണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഈ ഒരു വർക്കിലൊക്കെ വരാൻ നേരത്ത് നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ സ്റ്റോൺ ഒക്കെ ആണെങ്കിൽ നല്ല ഡ്രാഗൺ സ്റ്റോൺ വർക്ക് ഒക്കെയാണ് വന്നിട്ടുള്ളത്. സൈസ് XXL ഉണ്ട്. ലെങ്ത് നേരത്തെ പറഞ്ഞ 44 ഇഞ്ചാണ്. മെറ്റീരിയൽ ആണെങ്കിൽ ഏകദേശം ഒരു ജോർജറ്റ് പോലെയൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കും. അതിന് മുമ്പ് ഇങ്ങനത്തെ പാറ്റേണിൽ ഫാബ്രിക് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മെറ്റീരിയൽ പേര് അറിയാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു ഡയമണ്ട് ജോർജറ്റിന്റെ ആ ഒരു ടെക്സ്ചറിൽ നിൽക്കും. പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി ഷൈനി ആയിട്ടുള്ള നല്ലൊരു പാറ്റേൺ തന്നെ പറയട്ടെ. അപ്പൊ നെക്കാണെങ്കിൽ ഒരു വി നെക്കില്, വർക്ക് ആണെങ്കിൽ ഒരു ഡബിൾ ലെയർ വർക്ക് പോലെയാണ് അതിന്റെ ഒരു വർക്ക് കൺസെപ്റ്റ് വന്നിട്ടുള്ളത്. അതിന്റെ ഫ്രണ്ട് പോർഷനിലാണെങ്കിൽ നോക്കി നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു വർക്ക് കൺസെപ്റ്റിൽ തന്നെ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ സ്ലീവ് വരാൻ നേരത്തും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡും സ്റ്റോണും കൂടി ആയിട്ടുള്ള ഒരു സ്ലീവ് വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ ഏറ്റവും എൻഡിലേക്ക് വരാൻ എന്താ ഒരു ബോർഡർ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം, ആ ഒരു സ്ലീവിന്റെയും ആ ഒരു എൻഡിന്റെ ബോർഡർ ഒക്കെ സെയിം കൺസെപ്റ്റ് തന്നെയാണ്. ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ്. ബാക്കിലേക്ക് വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മെയിൻ ആയിട്ട് അതിന്റെ ഒരു മെറ്റീരിയൽ ഫാബ്രിക്കിന്റെ ടെക്സ്ചറിന്റെ ചെറിയൊരു ഷൈനി ഒക്കെ ആയിട്ട് ആ ഒരു ജോർജറ്റ് ടച്ചിൽ തന്നെ നിൽക്കുകയും ചെയ്യും. പക്ഷെ ജോർജറ്റിനേക്കാളും നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട്, അതായത് ഏത് ക്ലൈമറ്റിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കൺസെപ്റ്റ് പറ്റിയ ഒരു മെറ്റീരിയൽ തന്നെ പറയാം. പിന്നെ എന്റെ പാൻസ് ആണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. കണ്ട ആ ഒരു ലൂസ് ടൈപ്പ് ആയിട്ടുള്ള പലാസോ ടൈപ്പ് പാൻ്റാണ് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ലൈനിങ് സ്റ്റിച്ചഡ് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് പാൻസിന്റെ വന്നിട്ടുള്ളത്. അപ്പൊ XXL ധൈര്യമായിട്ട് എടുത്തോ. നമുക്ക് ഷോപ്പിൽ അത്യാവശ്യം പീസസ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ രണ്ട് കളേഴ്സ് മാത്രം നമുക്ക് പ്രൊഡക്റ്റിൽ കാണിക്കാനുള്ളൂ കേട്ടോ. കാരണം ഷോപ്പിൽ തന്നെ നമുക്ക് എടുത്തു പോയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രെഡ് കൺസെപ്റ്റ് തന്നെയാണ്. 2 സൈഡും പോയിട്ടുള്ള ചെറിയ ത്രെഡ് വർക്ക് തന്നെയാണ് ഓൾ ഓവർ നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതിന്റെ മെയിൻ ആയിട്ട് പറയാനായിട്ടുള്ളത് അതിന്റെ പ്രൈസ് ആണ്. അതിന്റെ പ്രൈസ് നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്ന റേറ്റ് എന്ന് വെച്ചാൽ 1995 ആ റേഞ്ചിലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്കൊരു 1895 ലാസ്റ്റ് ഒരു ഡിസ്കൗണ്ട് റേറ്റ് പോലെ ലാസ്റ്റ് രണ്ട് പീസ് മാത്രമുള്ളൂ. അതാരം കൊണ്ടിട്ട് ആ ഒരു പ്രൈസ് കൊടുക്കും. ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു പ്രൈസ് ആണെങ്കിൽ 1895 നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റ് തന്നെയാണ്. നല്ല അടിപൊളി വെഡിങ് ഫാബ്രിക് തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം ഇനിയിപ്പോ ഫെസ്റ്റിവൽ സീസണിന് ശേഷം ഇനി ഏകദേശം ഒരു ഡിസംബർ വരെ എല്ലാവർക്കും കല്യാണത്തിന്റെ ഒക്കെ ഒരു ബഹളം തന്നെ ആയിരിക്കും കേട്ടോ. അപ്പൊ ആ ഒരു കല്യാണത്തിന് നല്ല ഇതേപോലെ നമ്മുടെ ഇതേപോലത്തെ ചാനലുകളിൽ നല്ല പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പ്രൊഡക്റ്റ് എടുത്തു വെച്ചോ. ഇതൊക്കെ നോർമലി നമ്മൾ ഷോപ്പിൽ കൊടുക്കണ ആ ഒരു സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ. അല്ലാണ്ട് ഓൺലൈനിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് നമ്മൾ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടൊന്നും പറഞ്ഞ് ചെയ്യിപ്പിക്കണമെന്നല്ല കേട്ടോ. കണ്ട ഇതൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള നല്ല സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. ആകെ രണ്ട് കളേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. നല്ലൊരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് നല്ലൊരു 3 പീസ് പാർട്ടി വെയർ, അതും ഏകദേശം ഒരു ചന്തേരി സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് സൈസാണ് നമുക്ക് പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ള. XXL ഉണ്ട്, XL ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള ബോർഡർ ടു ബോർഡർ വർക്കാണ്. നല്ല സോളിഡ് വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. ലെങ്ത് ആണെങ്കിൽ 45 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. പിന്നെ നോക്കി നോക്കിയാണ്ട് അപ്പോൾ നെക്ക് ആണെങ്കിൽ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വി നെക്ക് ടൈപ്പ് തന്നെയാണ് പോയിട്ടുള്ളത്. പിന്നെ നോക്കി നോക്കിയാൽ ആ ഒരു നെക്കിൽ ആ ഒരു വർക്ക് തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച് തന്നെയാണ്. എൻഡിലേക്ക് ഒരു ബോർഡറൊക്കെ നല്ല ക്യൂട്ടായിട്ട് തന്നെ പോയിട്ടുള്ളത്. ഏറ്റവും എൻഡിലേക്ക് വരാൻ നേരത്ത് നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് ബോർഡർ വർക്ക് തന്നെയാണ് പോയിട്ടുള്ളത്. കംപ്ലീറ്റ് ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച് തന്നെയാണ്. ബാക്കിലേക്ക് വരാൻ നേരത്ത് നോക്കിക്കേണ്ട നല്ല പ്ലെയിൻ ആയിട്ടുള്ളൊരു കണ്ടിന്യൂറ്റി തന്നെയാണ് പോയിട്ടുള്ളത്. നല്ല അടിപൊളി കളർ ചാർട്ടും കൂടി ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പാൻസ് ആണെങ്കിൽ ഏകദേശം ഒരു കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. എൻഡിലേക്ക് വേറെ എക്സ്ട്രാ ഒരു ബോർഡർ പോയിട്ടുണ്ട്. പിന്നെ റൗണ്ട് ഇലാസ്റ്റിക് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് സെയിം ആ ഒരു ചന്ദേ സിൽക്ക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് പാൻസ് ഏകദേശം ഒരു കോട്ടൺ സിൽക്ക് ആയതുകൊണ്ടിട്ടാണ് ചെറിയൊരു കോൺട്രാസ്റ്റ് ലെവലായിട്ടുള്ള ഡിഫറെന്റ് തോന്നുന്നത് കേട്ടോ. പിന്നെ അതിന്റെ ഷോൾ വരാൻ നേരത്ത് ഷോള് ആ ഒരു സ്കാൽപ്പ് ബോർഡർ കൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത്. ചെറിയ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പൊ ഷോളും അത്യാവശ്യം നല്ല വീതി നീളമായിട്ടുള്ള ബിഗ് സൈസ് ഷോള് തന്നെ. അപ്പൊ ഷോളിന്റെ സൈസ് നോക്കിക്കേണ്ട നല്ല പൊതിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഷോളാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡെയിലി വെയർ പ്രൈസിലൊക്കെ ഈ പ്രൊഡക്റ്റ് കളക്ട് ചെയ്യാന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനായിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും 995 കേട്ടോ. 995 നല്ല അടിപൊളി പാർട്ടി വെയർ കൺസെപ്റ്റിലാണ് ആ ഒരു ചന്ദേരി സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളത്. നല്ല ഡാർക്ക് ഷെയ്ഡുകൾ തന്നെയാണ് പ്രൊഡക്റ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിക്കോട്ടെ. ഇതൊക്കെ നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിൽ നല്ലൊരു ഓഫർ പ്രൈസിലും കൂടി കൊടുക്കണ പ്രൊഡക്റ്റ് തന്നെയാണ്. കണ്ടാ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ ഒന്നും വേറെ എവിടെയും കിട്ടില്ല. കാരണം അത്യാവശ്യം നല്ലൊരു ബോർഡർ ടു ബോർഡർ നല്ല ഷോളിലും വർക്ക് വരുന്നുണ്ട്. മെറ്റീരിയലാണെങ്കിലും നിങ്ങൾക്ക് ഒരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ചന്ദേരി സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത്.
അണ്ട പാൻസിനാണെങ്കിലും ആ ഒരു ബോർഡർ കൺസെപ്റ്റ് തന്നെയാണ്. അണ്ട അപ്പോൾ ഇതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ആയതുകൊണ്ടിട്ടൊക്കെ നിമിഷ നേരം കൊണ്ടിട്ട് സ്റ്റോക്ക് കഴിയും. പിന്നെ പ്രത്യേകിച്ച് ഇപ്പോൾ എല്ലാ വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ബുക്ക് ചെയ്ത് മാറ്റി വെക്കണതിലുള്ള കാര്യം ഫസ്റ്റ് പേയ്മെന്റ് ആരാണോ ചെയ്യണത് അവർക്കായിരിക്കും നമ്മൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കണം കേട്ടോ. അതുമല്ല നമുക്ക് റെഗുലർ ആയിട്ട് ഓർഡർ ചെയ്യണവരുണ്ട്. അപ്പോൾ നമ്മൾ അവരെ കണ്ണും പൂട്ടി വിശ്വസിച്ചിട്ടൊക്കെ പ്രൊഡക്റ്റ് ബുക്ക് ചെയ്ത് മാറ്റി വെക്കാറുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളൊന്ന് ഇൻഫോം ചെയ്തതിന് വളരെ ഉപകാരമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നിങ്ങളെ വിശ്വസിച്ചിട്ട് പ്രൊഡക്റ്റ് മാറ്റി വെക്കും. പിന്നെ അത് നിങ്ങൾക്കത് പിന്നീട് നമ്മൾ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതിന് ശേഷം എനിക്ക് അത് വേണ്ടെന്ന് പറയണത്. അപ്പം അങ്ങനെയൊക്കെ വരാൻ നേരത്ത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങൾ വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഇൻഫോം ചെയ്യണം കേട്ടോ. അപ്പൊ അടുത്ത ഐറ്റം നോക്കിയൊക്കെ സൈസ് ചാർട്ട് ആണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. റീസ്റ്റോക്ക് വന്നതിൽ ജസ്റ്റ് ബാലൻസ് നമ്മൾ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ വീനെക്ക് ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആകെ രണ്ട് സൈസ് മാത്രം നമുക്ക് പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ, മീഡിയം ലാർജ് കേട്ടോ. അപ്പൊ ഈ ഒരു പാറ്റേൺ ഒക്കെ ലൈനിങ് അറ്റാച്ച്ഡ് ആയിരിക്കില്ല. മെറ്റീരിയൽ ആണെങ്കിൽ നല്ല അടിപൊളി കോട്ടൺ റയോൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റ് നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റം എന്ന് തന്നെ പറയാം. പിന്നെ നോക്കി വെക്കേണ്ട നല്ലൊരു വീനെക്ക് ടച്ചിലാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. ഫ്രണ്ട് പോർഷനിൽ ആ ഒരു ഹാൻഡ് വർക്ക് കൺസെപ്റ്റ്, ആ ഒരു പ്രിന്റ് കൺസെപ്റ്റ്, കളർ കോമ്പിനേഷനും കൂടിയൊക്കെ വരാൻ നേരത്ത് ഒരു രക്ഷയില്ലാത്ത ഐറ്റം തന്നെ കേട്ടോ. പിന്നെ എൻ്റെ സ്ലീവ് വരാൻ നേരത്ത് സ്ലീവിൽ എക്സ്ട്രാ ഒരു ബോർഡറും എക്സ്ട്രാ ഒരു ലേസും കൂടി ഇതിൽ പോയിട്ടുണ്ട്. സെയിം ബോർഡർ കൺസെപ്റ്റ് തന്നെയാണ് ഏറ്റവും എൻഡിലേക്ക് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ വേറെ ലൈനിങ് കാര്യങ്ങളൊന്നും അറ്റാച്ച്ഡ് അല്ല. ബാക്കിലേക്ക് വരാൻ നേരത്ത് ആ ഒരു പ്രിന്റ് കണ്ടിന്യൂറ്റി ആണ് നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ പാൻസ് വരാൻ നേരത്ത് നോക്കിക്കേണ്ട, പാൻസ് ആണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിന്റ് തന്നെയാണ്. ആ ഒരു പാൻറ്റിന്റെ പ്രിന്റും ടോപ്പിന്റെ പ്രിന്റും കൂടിയായിട്ടുള്ള കൺസെപ്റ്റ് തന്നെ ആയിരിക്കും ഷോളിന് വന്നിട്ട്. അപ്പൊ ഷോളിന് നോർമലി ഇങ്ങനെ വരാൻ നേരത്ത് ഭയങ്കര നൈസ് ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ഷോൾ ആയിരിക്കും. ഇത് അത്യാവശ്യം നല്ല കട്ടിയുള്ള കോട്ടൺ ഷോൾ തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് നല്ല ഏത് ക്ലൈമറ്റിനും സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ എന്ന് തന്നെ പറയട്ടെ. നല്ല ഭംഗിയായിട്ടുള്ളൊരു പ്രിന്റ് കൺസെപ്റ്റ് തന്നെയാണ് ഓൾ ഓവർ വന്നിട്ടുള്ളത് കേട്ടോ. ഷോളിന്റെ സൈസ് ഒക്കെ നോക്കിക്കേ, നല്ല ബിഗ് സൈസ് ആയിട്ടുള്ള ഷോളാണ്. 2 സൈഡ് മേലും താഴെയായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് പ്രിന്റ് തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്കും. അപ്പൊ നമ്മുടെ നമ്മുടെ കയ്യിലുള്ളത് മീഡിയം ലാർജും മാത്രമാണ് പ്രൊഡക്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ചാൽ വെറും 895 ഉള്ളൂ കേട്ടോ. 895 നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള 3 പീസ് സെറ്റ് എന്ന് പറയാം. കുറെ നാൾ ശേഷമാണ് ഇങ്ങനത്തെ മോഡസ്റ്റ് വെയർ, അതായത് ടോപ്പ് സ്കേർട്ട് ആയിട്ടുള്ള ഒരു വെറൈറ്റി ഒരു പാറ്റേൺ നമ്മൾ ഇമ്പോർട്ടഡിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇതൊരു ഫ്രീ സൈസ് ആണ്. എക്സൽ ആയിരിക്കും സൂട്ട് ചെയ്യണ ഒരു സൈസ് ചാർട്ട് തന്നെയാണ് കേട്ടോ. ഇത് ഇന്നറും ഔട്ടറും കൂടി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലാണ് വന്നിട്ടുള്ളത്. ഇന്നറൊക്കെ സാറിന്റെ ചെറിയൊരു ഇങ്ങനെ ഒരു ഹൈനെക്ക് വന്നിട്ടുള്ള ഒരു ഇന്നർ ടച്ച് തന്നെയാണ്. ശരിക്കും ഈ ഒരു ഇന്നറിനൊക്കെ ഒരു പ്രൈസ് ഒക്കെ വന്നെയാണെങ്കിൽ ഒരു 400 എബോവ് തന്നെ ഇന്നറിന് മാത്രം പ്രൊഡക്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ടോപ്പിന്റെ ലെങ്ത് ഒക്കെ ഏകദേശം ഒരു 24 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത്. അത് സ്കേർട്ടും ആ ഒരു സെറ്റൊക്കെ വരാൻ നേരത്തെ ആ ഒരു ഫുൾ ടച്ച് ആയിട്ടുള്ളൊരു ലോങ് ടോപ്പിൽ പോലെ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെ. സ്കേർട്ടിനൊക്കെ ഏകദേശം 38 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലോക്കൽ സ്കേർട്ടൊന്നും അല്ല കേട്ടോ. അതിൻ്റെ ഒരു 2 സൈഡ് പോക്കറ്റ് ടൈപ്പ് തന്നെയാണ്. പിന്നെ ജീൻസിനൊക്കെ വന്ന പോലെ ഒരു സിംഗിൾ ഒരു ഹിഡൻ പോക്കറ്റ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നെ 2 സൈഡ് ഇങ്ങനെ സ്കേർട്ടിൽ സൈഡിൽ വന്ന പോലത്തെ ആ ഒരു പോക്കറ്റ് ടച്ച് തന്നെയാണ്. ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് ആണെങ്കിൽ 4 കളേഴ്സിലാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആണെങ്കിൽ നമുക്ക് വന്നിട്ടുള്ള പ്രൈസ് എന്ന് വെച്ചാൽ വെറും 1195 ഉള്ളൂ കേട്ടോ. മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയോ കേട്ടോ. അപ്പോൾ പ്രൊഡക്റ്റ് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല കളർ ചാർട്ടിൽ തന്നെയാണ് കേട്ടോ. ഫ്രീ സൈസ് ആണ്. എക്സൽ സൈസ് ആയിരിക്കും യൂസ് ചെയ്യുക. തൊട്ട് താഴെയുള്ള ലാർജ് സൈസ് ആയിരിക്കും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസ് ചാർട്ട് എന്ന് തന്നെ പറയാം കേട്ടോ. ഇപ്പോൾ ബുക്കിങ്ങിന് സ്ക്രീനിൽ കാണാൻ നമ്പറിൽ പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയോ. ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ. ഇപ്പോൾ ഫീഡിങ് ടോപ്പാണ് കണ്ട, ഏകദേശം ഒരു മസ്ലിൻ ടച്ചിലുള്ള ഒരു പ്രിന്റ് ടച്ച് തന്നെയാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. എലൈൻ കട്ടിലാണ്. ഫാബ്രിക് ആണെങ്കിൽ നല്ലൊരു റയോൺ, നല്ലൊരു അതായത് നല്ല കേജ് കൂടിയിട്ടുള്ളൊരു റയോൺ ഫാബ്രിക്കിലും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പ്രിന്റ് ആണെങ്കിൽ നല്ല ഡിഫറെന്റ് ആയിട്ടുള്ള അടിപൊളി പ്രിന്റ് തന്നെയാണ് എലൈൻ കട്ടിൽ വന്നിട്ടുള്ള. സൈസ് ഡബിൾ എക്സൽ ഉണ്ട്. ലെങ്ത് ഒക്കെ വരാൻ നേരത്ത് എനിക്ക് തന്നെ ഈ ഒരു ലെങ്ത് റേഞ്ചിൽ തന്നെയാണ്. ഡബിൾ എക്സൽ ആണെങ്കിലും അത്യാവശ്യം നല്ല ലൂസ് ടൈപ്പ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇത് ലൈനിങ് ഇതിൽ അറ്റാച്ച്ഡ് തന്നെയാണ്. ഇപ്പോൾ ലെങ്ത് ആണെങ്കിൽ ഏകദേശം ഒരു 45 ഇഞ്ച് ലെങ്ത് വന്നിട്ടുണ്ട്. പിന്നെ സ്ലീവ് ഒക്കെ വേറെ ഒരു മസ്ലിൻ ടച്ച് പോലെ ഇങ്ങനെ മിക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മിക്സഡ് പ്രിന്റിലും കൂടിയിട്ടാണ്. അപ്പോൾ സിബാണ് സിബ് ഹിഡൻ സിബ് പോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. 2 സൈഡ് സിബായിട്ട് നിങ്ങൾക്ക് ഫീഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടോപ്പ് തന്നെയാണ്. നിങ്ങൾക്ക് ഏത് ക്ലൈമറ്റ് നല്ല
സുഖമായിട്ട് യൂസ് ചെയ്തിട്ട് ചൂടെടുക്കില്ല ഈ ഒരു പ്രൊഡക്റ്റ്. നമുക്ക് എപ്പോൾ കൊണ്ടുവന്നാലും നല്ല എൻക്വയറി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ വെറും 695 പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം ഡിസ്കൗണ്ട് റേറ്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് കൊടുക്കുന്നത് കേട്ടോ. എൻ്റെലേക്ക് ആ ഒരു ബോർഡർ ലേസൊക്കെ അതിൻ്റെ ഒരു ബോട്ടത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓൾ ഓവർ ലുക്ക് കേട്ടോ. അപ്പോൾ വെറും 695 നിങ്ങൾക്ക് നല്ല നല്ല പ്രിന്റിൽ പ്രൊഡക്റ്റ് കളക്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാത്തിലും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള മിക്സഡ് പ്രിന്റിലും കൂടിയിട്ടാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫീഡിങ് ടോപ്പായിരിക്കും നല്ലൊരു ഡിഫറെൻറ്റ് ഷെയ്ഡിലായിട്ടുള്ള നല്ലൊരു ഡിഫറെൻറ്റ് ഫാബ്രിക്കിലും കൂടിയിട്ടാണ് കേട്ടോ. നമ്മൾ ആദ്യമൊക്കെ ഇതിൻ്റെ മസ്ലിനൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ മസ്ലിനേക്കാളും നിങ്ങൾക്ക് ഡെയിലി വെയർ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു കാഷ്വൽ ഔട്ട്ഫിറ്റ് വെയർ എന്ന് തന്നെ പറയാം. ഇത് ഒറ്റ നോട്ടത്തിൽ കണ്ടതിന് ഇതൊക്കെ മസ്ലിൻ ഫാബ്രിക്കാന്ന് വിചാരിക്കും. പക്ഷെ മസ്ലിനല്ല, നല്ല പ്യുവർ ആയിട്ടുള്ള റയോൺ ഫാബ്രിക്കാണ് പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫീഡിങ് ആയിരിക്കും മാത്രമല്ല, നിങ്ങൾക്ക് ഒരു ഹിഡൻ സിബ് പോലെ എടുക്കണാരം കൊണ്ടിട്ട് നിങ്ങൾക്ക് ഒരു നോർമൽ ടോപ്പ് ആയിരിക്കും യൂസ് ചെയ്യുക. എന്നാലും മാക്സിമം ഫീഡിങ് പർപ്പസ് ഉള്ളവർക്കാണ് ഇത് കംഫർട്ടായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ചെറിയ ചെറിയ ഗോൾഡൻ ഷെയ്ഡുകൾ ഒരു മസ്ലിൻ ടച്ച് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. നോർമലി വന്നതിനേക്കാളും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിന്റിലാണ് ഈ പ്രാവശ്യം വന്നിട്ടുള്ളത്. സൈസ് XXL ഉണ്ട്. അപ്പ് ആൻഡ് ഡൗൺ കട്ട് ആയതുകൊണ്ടിട്ട് ഫ്രണ്ട് പോർഷനിൽ ഒരു 35 ഇഞ്ചാണ്, ബാക്കിലേക്ക് ഒരു 40 ഇഞ്ചാണ് ലെങ്ത് വന്നിട്ടുള്ളത് കേട്ടോ. നല്ലൊരു കാഷ്വൽ ഔട്ട്ഫിറ്റ് വെയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ബാഗി ജീൻസിനും നോർമൽ പാൻസിനും സ്കിന്നി ടൈപ്പ് ഏതിനു വേണമെങ്കിലും സ്യൂട്ട് ആവുന്ന ഒരു പാറ്റേൺ തന്നെയാണ്. സ്ലീവ് ഒക്കെ വരാൻ നേരത്ത് പക്ക ഇമ്പോർട്ടഡ് ടച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു അതായത് കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പിൽ ഇങ്ങനെ ഒരു ബട്ടൺ ലെവലിൽ തന്നെ ഫ്രണ്ടിൽ ഫുൾ ബട്ടൺ ഓപ്പൺ ആയിട്ട് എൻ്റെ ബാക്കിൽ ഈ ഒരു കട്ടിലാണ് ബാക്കിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല നല്ല ഭംഗിയായിട്ടുള്ള പ്രിന്റും കൂടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 695 രൂപ. നല്ലൊരു ഡിസ്കൗണ്ട് റേറ്റിലാണ് 695 നല്ല ഒറിജിനൽ ആ ഒരു ചുന്നി പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കോപ്പിയും കാര്യങ്ങളൊക്കെ ഒരുപാട് മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ടാവും. നമ്മുടെ ഈ ടാഗ് നോക്കിയിട്ട് ചുന്നി പ്രോഡക്റ്റ് ഒക്കെ മേടിക്കണം കേട്ടോ. നല്ല ഒറിജിനൽ ഫാബ്രിക്കിലൊക്കെ നിങ്ങൾക്ക് കളക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രിന്റ് ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുത്തോ. ഇപ്രാവശ്യം ഒരുപാട് അതിൻ്റെ പീസസ് വന്നിട്ടുണ്ട് കേട്ടാ. കണ്ണും പൂട്ടി തുറക്കണ സമയം കൊണ്ടിട്ടൊക്കെ ഇത് സ്റ്റോക്ക് കഴിയാനൊക്കെ വളരെയധികം ചാൻസ് കൂടുതലാണ്. കാരണം അത്രയും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി പ്രിന്റിലേക്കാണ് വന്നിട്ടുള്ളത്. ആർക്കും ഒരൊറ്റ നോട്ടത്തിൽ കണ്ടതിനാ വേണ്ടാന്ന് പറയില്ല. അത്ര നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റും കളർ മിക്സ് കോമ്പിനേഷനിലുമാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല അടിപൊളി ഫാബ്രിക് തന്നെ പറയട്ടെ. ഇപ്പോൾ കൊണ്ടുവന്നാലും നമുക്ക് ഒരു പീസ് പോലും ബാലൻസ് ഇല്ലാണ്ടൊക്കെ സ്റ്റോക്ക് കഴിയണ പ്രൊഡക്റ്റിലൊന്നും തന്നെയാണ്. കാരണം നല്ല ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അത്രയും എനിക്ക് വേറെ ഒന്നിലും കിട്ടിയിട്ടില്ലെന്ന് പറയട്ടെ. കാരണം ഒരു കംപ്ലൈൻസും, അതായത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ ഈ ഒരു പാറ്റേണൊക്കെ പ്രൊഡക്റ്റ് കിട്ടാൻ നേരത്ത് നല്ലൊരു റിച്ച് ലുക്ക്, അതായത് കറക്റ്റ് ആ ഒരു ഗൾഫിൽ നിന്നൊക്കെ മേടിക്കണ ആ ഒരു സെയിം പാറ്റേൺ ലുക്കൊക്കെ കിട്ടേണ്ടെന്നാണ് പ്രൊഡക്റ്റ് പറയേണ്ടത്. കാരണം കിട്ടാണ്ടിരിക്കില്ല, ഫാബ്രിക് ഫുൾ ഇമ്പോർട്ടഡ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരിക്കലും എങ്ങനെ തിരിച്ചും മറിച്ച് നോക്കിയാലും ഈ ഒരു പാറ്റേൺ ഒന്നും ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഒത്ത് കിട്ടില്ല പ്രൊഡക്റ്റ്. 100% ഗ്യാരണ്ടി തന്നെയാണ്. അപ്പോൾ ഈ കാണിച്ച പ്രിന്റിലൊക്കെയാണ് ഇത് അവൈലബിൾ ആണ്. പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയോട്ടാ.